ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം പരിചയപ്പെടുത്താനാണ് വരുന്നത്. ഞാൻ ആക്ച്വലി ഇതൊരു വീഡിയോ കണ്ട് വാങ്ങിച്ചതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടപ്പം എനിക്ക് ഈ സാധനം കൊള്ളാൻ തോന്നി, കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തോന്നി. മീൻസ് അതുകൊണ്ട് എനിക്ക് കുറച്ച് എൻ്റെ നിത്യജീവിതത്തിലും എവിടെയെങ്കിലും പോയാൽ തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം തോന്നി. അങ്ങനെ ഞാൻ ലിങ്ക് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എവിടെ ലിങ്ക് ചോദിച്ചെങ്കിൽ ലിങ്ക് വന്നു. അപ്പം ഞാൻ ആ ലിങ്ക് വെച്ചിട്ട് ആ സാധനം വാങ്ങി. സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. എടാ, ഇതാണ് സാധനം. കുഞ്ഞി സാധനമാണ്. ഇതിന് ഭയങ്കര യൂസാണ്, ഒട്ടുക്കത്ത യൂസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതിന്റെ യൂസേജസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. സാധനം എല്ലാവരും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തു. ഇതിനിങ്ങനൊരു സംഭവമൊക്കെയാണ് ഉണ്ടോ. ഇതിന്റെ പേര് കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പേരൊന്നും നോക്കില്ല. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പേരൊന്നും ചോദിക്കരുത്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അത് കണ്ട് നിങ്ങൾ ആമസോണിൽ കയറി വാങ്ങിച്ചത്. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിന് ഓർമ്മയില്ല, എന്തായാലും ഞാൻ ഇട്ടേക്കാം. ഞാൻ അത്ര ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കുന്ന ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇതാദ്യം തന്നെ ഇതിനകത്തൊരു കൊളുത്തുണ്ട്. തുറക്കുന്ന ഒരു കൊളുത്ത് കണ്ടോ. ഇവിടെ പ്രസ് തുറക്കുന്ന കൊളുത്താണ്. നമുക്കതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഇങ്ങനെ ഹോൾഡ് ചെയ്തിടാം. നമ്മുടെ കീ ചെയിനകത്തോ കാറിന്റെ കീ ചെയിനകത്തോ. ഇത് അത്യാവശ്യം എല്ലാവരും കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരും ടൂ വീലർ യൂസ് ചെയ്യുന്ന ആൾക്കാരെക്കാളും വാങ്ങിക്കണമെന്നല്ല, വാങ്ങിച്ചോ. കാർ യൂസ് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. മീൻസ് അവർക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാലോ അത് ഭയങ്കര യൂസ് ആയിരിക്കും. കാരണം ഞാനും എൻ്റെ മോളും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും തനിച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വീഡിയോ കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചത്. ഇത് വരുന്നവരെ ഞാൻ വെയിറ്റിംഗിലായിരുന്നു. ഈ സാധനം എപ്പോൾ വരും അറിയാനായിട്ട്. ഞാൻ ഡെയിലി നോക്കിയത് ഡേറ്റ് ആയില്ലേ, വരാറായിരുന്നത്. അത്രയ്ക്ക് അടിപൊളി സാധനം. അപ്പോൾ ഇതിന് കൊളുത്തുണ്ട് നമുക്കിത് ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു കുഞ്ഞിങ്ങനെ കൊളുത്ത് കണക്കൊരു സാധനം ഇരിക്കുന്നുണ്ടോ. അതിനകത്തൊരു നല്ല ഷാർപ്പായിട്ടൊരു ഏരിയ ആണുള്ളത്. നമുക്ക് സീറ്റിന്റെ ബെൽറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും ജാമായി, നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റി സീറ്റ് ബെൽറ്റ് ജാമായി നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് സീറ്റ് ബെൽറ്റിനകത്തോട്ട് കയറി ഞാൻ വലിച്ചു കൊടുത്തത് അത് കീറി വരും. ഭയങ്കര ഷാർപ്പാണ്. ഞാൻ കട്ട് ചെയ്ത് നോക്കിയാൽ ചെറിയ ഇത്തിരി ഹാർഡായിട്ടുള്ള തുണി കഷ്ണങ്ങളൊക്കെയുള്ള സാധനം കട്ട് ചെയ്ത് നോക്കി. പക്ഷെ ഇത് നല്ലോണം മുറിയുന്നുണ്ട്. നല്ലോണം കാണാൻ തോന്നുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഭയങ്കര ഷാർപ്പാണ്. ഒരു നൈഫ് കണക്ക് യൂസ് ചെയ്യാം, സിസർ പോലെ നൈഫ് പോലെയൊക്കെ യൂസ് ചെയ്യാം. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം കട്ട് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലും പാക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഈസി ആയിട്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഇത് ചാർജബിൾ ആട്ടോ. അതായത് ഇവിടെ കണ്ടോ, ചാർജ് ചെയ്യാം. നമുക്ക് നോർമൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന ഒരു കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്താൽ യൂസ് ചെയ്യുന്ന ബാറ്ററി ഒന്നുമല്ല, ജസ്റ്റ് ചാർജ് ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ അടപ്പുണ്ട്, അടപ്പ് തുറന്നിട്ട് ചാർജ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ 2 ബട്ടൺസ് ഉണ്ട്. അപ്പൊ ആ ബട്ടന്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാമേ. ഫസ്റ്റ് ബട്ടൺ ഞാൻ എന്റെ ഫേസിലേക്ക് അടിച്ച് കാണിച്ചു തരാം. കേട്ടോ, ഭയങ്കര വെളിച്ചമാണ്. ഈ വെളിച്ചത്തിന്റെ പവർ ഞാൻ വേറെ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഈ പവർ കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, വെളിച്ചത്തിന്റെ പവർ നോക്കണം. ഇത് ഫസ്റ്റ് ഒരു വൈറ്റ് കളറിലെ വെളിച്ചാണ്. ഇതതിന്റെ ഡിമ്മാണ്. ഇതൊരു യെല്ലോ ഷെയ്ഡ് വെളിച്ചാണ്. ഇതതിന്റെ ഡിമ്മാണ്. ഇതൊരു റെഡ് കളറിലെ വെളിച്ചാണ്. ഇതതിന്റെ ബ്ലിങ്കിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചെന്ന് വളരെ അൺഎക്സ്പെക്ടഡ് നമുക്ക് അവിടെ കുറച്ച് പേടി തോന്നും, അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഇതാണ് ആദ്യം കത്തിക്കുന്നത്. ഇത് എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ട് കറണ്ട് പോകുമ്പോൾ ആയി തന്നെ കത്തിച്ച് നോക്കുക എന്താണ് എവിടെയാണെന്നുള്ളത്. എമർജൻസി കണക്ക് യൂസ് ചെയ്യാം, എല്ലാം കാണാം. ഇതിന്റെ ഡിം ആയതുകൊണ്ട് ഇത്രയും വെളിച്ചം നമുക്ക് വേണ്ട. നമുക്കൊരു ചെറിയ എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും കളഞ്ഞു പോയി നോക്കണം, വണ്ടിയുടെ ലൈറ്റ് ഒന്ന് കത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിം ലൈറ്റ് ഇട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ യെല്ലോ ഷെയ്ഡാണ്. ആ വൈറ്റ് ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി കണ്ട മുഖത്തേക്ക് അടിക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് ഷെയ്ഡിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡാണ്. അതിന്റെ ഒരു ലൈറ്റ് ആണ് ഇത് കാണുന്നത്. ഈ 2 വെളിച്ചങ്ങൾ ഓക്കെയാണ്. ഈ റെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റും, നമ്മൾ എവിടെയെങ്കിലും പെട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റെഡ് ലൈറ്റ് പൊക്കി പിടിച്ച് കാണിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആരെങ്കിലും കാണത്തക്ക രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാറ്. അത് ഇതും അപായം കാണിക്കുന്ന ഒരു റെഡ് ഓൾറെഡി അറിയാൽ അപായത്തിന്റെ സിഗ്നലാണ്. അപ്പൊ അതാണ് യൂസേജ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇത്രയും വെളിച്ചത്തിന്റെ സെറ്റാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിനകത്തുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ ഇങ്ങനൊരു പോർഷൻ ഉണ്ട്. ഇത് ഫ്രണ്ട് പോർഷൻ അല്ലേ, ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ തുറക്കുന്നത് കണ്ടോ, ഇങ്ങനെ തുറക്കുന്നൊരു പോർഷൻ ഉണ്ട്. തുറക്കുന്ന പോർഷൻ എടുക്കുന്നത് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ 2 ചെറിയ ഗ്യാപ്പിൽ ചെറിയ സിൽവർ കളർ സാധനം കണ്ടോ, അത് സ്ക്രൂ ഡ്രൈവറാണ്. ഒന്ന് സ്റ്റാർ ഷേപ്പും ഒന്ന് നോർമലും. കണ്ടോ, കുഞ്ഞതാണ്. അതിവിടെ ഫിക്സ് ചെയ്യാനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നമുക്കത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ, സിമ്പിളായിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ 2 എണ്ണം. ഓക്കെ, ഒന്ന് സ്റ്റാർ ഷേപ്പ്, ഒന്ന് നോർമൽ സ്ക്രൂ ഡ്രൈവറാണ്. ഇവൻ ചെറുതാണെന്ന് വിചാരിച്ച് നിസ്സാരനാക്കി കളയണ്ട. ഇവനാണ് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തികൾ.
നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വീട്ടിൽ വെച്ചിരുന്നാൽ കാണാതെ പറ്റുന്നത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. വീട് മുഴുവൻ തപ്പിയാലും കിട്ടൂല. പക്ഷെ ഇതിനുള്ളിൽ സേഫ് ആയിക്കോട്ടെ. ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ തുറക്കുമ്പോഴും ഇളകിപ്പോന്നൊന്നും ആരും പേടിക്കണ്ട. ഇതിനുള്ളിൽ സേഫ് ആയിട്ടിരിക്കും. ഓരോ ഇളകിപ്പോക്കലും ഇത് അവിടെ തന്നെ ഇരിക്കും. ഈ സാധനം മാത്രം നമ്മൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തത്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ കീച്ചനകത്ത് വേറെ കീച്ചൻ ഇടാതെ ഈ സാധനം കീച്ചനിൽ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളോട് കാണും. നമ്മൾ എപ്പോഴും വണ്ടിയിൽ പോകുന്ന ആൾക്കാരല്ലേ, അപ്പൊ കാണും. ഇനി ഇത് എവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഇത് കണ്ടോ, ഇവിടെ നീളത്തിലുള്ള സ്റ്റമ്പ് കണ്ടോ, ആ സ്റ്റമ്പിന്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിന് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പാണ് കണ്ടോ. അപ്പൊ അത് കറക്റ്റായിട്ട് ആ ഷേപ്പ് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്താൽ മതി. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയി സാധനം. ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ആവശ്യമുള്ളതനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ആ ഗ്യാപ്പിനുള്ളിലേക്ക് നമുക്കതിനെ ഫില്ല് ചെയ്ത് വെക്കാം. എവിടെ നിന്നാണോ എടുത്തത് നമുക്കവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വേറൊരു സാധനമുണ്ട്, കുട്ടികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനം എടുക്കുന്നത്. ഇത് കണ്ട ഈ സ്റ്റമ്പ്, ഈ സ്റ്റമ്പിന്റെ ഇവിടെ ഒരു വിസിലാണ് ഇങ്ങനെ. ഞാൻ രാത്രി ഇടുന്ന കൂവിയ ആൾക്കാരെല്ലാം കൂടെ എന്നെ വന്ന് എടുത്തിട്ടിരിക്കും. ഒന്നാമത് റോഡ് സൈഡും കൂടിയാ, അപ്പൊ അധികം കൂക്കി ബഹളം വെക്കുന്നില്ല. രാത്രി പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട് രാത്രി കൂവിയ കാണാൻ വരുമെന്ന്. എനിക്ക് കാണുന്ന പേടിയാ, ഞാൻ കൂവാറില്ല. ഓക്കെ, ഇനിയുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ ഹൈലൈറ്റ് സാധനം. അതെന്താണെന്ന് ഞാൻ കാണിച്ചില്ല. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചു കണ്ടോണം. ഇതിന്റെ നമ്മൾ ഓൾറെഡി ഈ സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഓപ്പൺ ചെയ്തല്ലോ. അതിന്റെ വിസിൽ സ്ക്രൂ ഡ്രൈവർ ഒക്കെ ഞാൻ കാണിച്ചു തന്നെ. ഈ നടുവിലുള്ള പോർഷൻ ഇവിടെ കൊണ്ടൊരു ചെറിയ കുഴിക്കുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ബട്ടൺ ഹോൾ ഉണ്ടായിരുന്നു, അതിൽ പ്രസ് ചെയ്തപ്പോൾ ലൈറ്റ് എല്ലാം കത്തിയത്. ഇതിൽ കുഞ്ഞൊരു ബട്ടൺ ഹോൾ ഉണ്ട്, ഇതിനേക്കാളും കുറച്ചുകൂടി അകത്തേക്ക് പതിഞ്ഞിരിക്കുന്ന ബട്ടൺ ഹോളാണ്. അത് നമ്മളിതെങ്ങനെ കുറച്ച് നേരം അമർത്തി പ്രസ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് അവിടെ. അതിനോടൊപ്പം നടുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെ തീ കത്തുന്നത് കണ്ടോ. നമുക്ക് തീ കത്തിക്കാൻ അത് യൂസ് ചെയ്യാം. ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും കത്തിക്കണമെങ്കിൽ നമുക്ക് ഇതുവഴി കത്തിക്കാം. ചിലപ്പോൾ ഒന്ന് കത്തിച്ച് കാണിച്ചു തരാമേ. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്താണ് കത്തിക്കാനുള്ളത് അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ തീ പിടിക്കുന്നുണ്ട്. കണ്ടോ, പുകയൊക്കെ വരുന്നുണ്ടോ. നമ്മുടെ ലൈറ്റർ നന്നായിട്ട് യൂസ് ആണ് കേട്ടോ, കത്തുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ദൈവമേ, ഇവിടെയൊക്കെ തീയും പുക ആവുന്നതിന് മുന്നേ കത്തിച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ വീടിന് തീയിട്ടുന്ന ആൾക്കാർ പറയും. ഓക്കെ, അപ്പോൾ ഇത് സിഗരറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സിഗരറ്റിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമാണ് സിഗരറ്റ് വലിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഇഷ്ടമുള്ളവർക്ക് വലിക്കുക, ഇഷ്ടമുള്ളവർക്ക് വലിക്കേണ്ട. എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ സിഗരറ്റ് കത്തിക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. തീപ്പെട്ടിൽ ഐറ്റം തിരക്കി നടക്കേണ്ട, നൈസായിട്ട് പോക്കറ്റ് കൊണ്ടിടക്കാം. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ലൈറ്റ് പെട്ടെന്ന് നമുക്കൊന്ന് എന്തെങ്കിലും തീ കത്തിക്കണമെങ്കിൽ നല്ല ഉപയോഗമാണ്. അപ്പം ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ കാണിച്ചു തന്ന്. പിന്നെ ഒരു മെയിൻ സാധനമുണ്ട്, ഓപ്പണർ. ഓപ്പണറില്ലാതെ എന്ത് ആഘോഷം. എന്തെങ്കിലും സാധനം ഓപ്പൺ ചെയ്യണമെങ്കിൽ അത് ബിയർ ബോട്ടിലാണോ നിർബന്ധമൊന്നുമില്ല, നമുക്ക് എന്ത് ഓപ്പൺ ചെയ്യാം കേട്ടോ. പിന്നെ ബിയർ ബോട്ടിലിൻ്റെ അടുത്ത് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും അതാണല്ലോ ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ അതാ കണ്ടിട്ടുള്ളത്, വേറെ ഒന്നും ഓപ്പൺ ചെയ്യാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് ഇവിടെ ഒരു ഓപ്പണറും ഉണ്ട്. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് ഈ കുഞ്ഞി സാധനത്തിൽ. അപ്പോൾ ഇവൻ ഭയങ്കര സൂപ്പറല്ലേ, ഇപ്പം ഭയങ്കര വീരനാണ്, വില്ലാളി വീരനാണ് കണ്ടോ. ആകെ ചെറിയൊരു സാധനമാണ്, നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് സേഫായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്ന സാധനം. ഇതിൽ വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ പവർ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കാണിച്ചു തന്നിരിക്കും. നമുക്ക് ലൈറ്റിൻ്റെ പവർ ഒന്ന് കണ്ടുവെക്കാം. പിന്നെ ഇതിൻ്റെ വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ കാറിനുള്ളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ പെട്ട് കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന്, മെയിനായിട്ടും കാറിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞത് കാറിനാണ് ഏറ്റവും കൂടുതൽ ഈ ഫീച്ചേഴ്സ് കൊണ്ട് യൂസ് ഉള്ളത്. അപ്പോൾ കാറിനുള്ളിൽ പെട്ട് കാറൊന്ന് കത്തുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം പറ്റും, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഡോറ് ലോക്കായി. അപ്പം നമുക്കതിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് കണ്ടില്ലേ ആൾക്കാരൊക്കെ വെള്ളത്തിൽ കാർ വീണോ ഗ്ലാസ് പൊട്ടിച്ചൊക്കെ രക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമ്മൾ രക്ഷപ്പെടുത്താൻ വന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതിൻ്റെ ഈ മെറ്റൽ ഐറ്റം കണ്ടോ, ഭയങ്കര ഷാർപ്പാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇത് വെച്ചിട്ട് അത് അടിച്ച് പൊട്ടിച്ച് നമുക്ക് വെളിയിറങ്ങി രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ വീഡിയോ കണ്ടതാണ് കേട്ടോ. വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം കരുതി ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും എന്ന് കരുതി. അങ്ങനെ ഞാനിത് വാങ്ങണ വേണ്ടെന്ന് കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ലിങ്ക് എടുത്ത് നോക്കി, അപ്പോൾ എനിക്കിത് ഭയങ്കര റീസണബിൾ റേറ്റാണ് ഏറ്റവും ഹൈലൈറ്റ്. ഭയങ്കര റീസണബിൾ, 500 എബോവ് ഇല്ല, 500 താഴെ ഉള്ളൂ. ഞാൻ കരുതി 1000 അതിനകത്തന്നെ 2000 ഒക്കെ റേഞ്ച് വരും. ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു ചെറിയ സാധനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ലൊരു റേഞ്ച് വരുമെന്ന് വെച്ചു. പക്ഷേ എനിക്ക് 500 താഴെയാണ് റേറ്റ് കിട്ടിയത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പുറകെ കണ്ട് ഒരു മാഗ്നറ്റിക് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെൻറ്റ് അങ്ങനെയുള്ള സാധനത്തിലൊക്കെ നിങ്ങൾ ഇരിക്കുക ലൈറ്റ് കത്തിക്കണമെങ്കിൽ നിങ്ങൾ താഴെ കത്തിച്ച് വെക്കണ്ട, മുകളിൽ എന്തെങ്കിലും മാഗ്നറ്റിക് പിടിക്കുന്നതൊക്കെയുള്ള സാധനങ്ങൾ, ഇരുമ്പ് സാധനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സറൗണ്ടിങ് നമുക്ക് ഈ ലൈറ്റ് നല്ല പവർഫുൾ ലൈറ്റാണ്. ലൈറ്റിൻ്റെ പവർ ഞാൻ കാണിച്ചത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എന്തായാലും കാണിച്ചു തന്നിരിക്കും. അപ്പോൾ നമുക്കത് നല്ല വൃത്തിയായിട്ട് ആ ഏരിയ മൊത്തം കവർ ചെയ്ത് കാണത്തക്കത് ലൈറ്റിനകത്തുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് ഞാൻ ഉള്ളത്. ഓക്കെ,
ഇത് എല്ലാവരും നോക്കിക്കേ, എന്താ കൂട്ടിലിട്ടാന്ന് നോക്കി, ഒന്നും കാണാൻ വയ്യ, കൂട്ടിലിട്ട്. നമ്മുടെ ലൈറ്റ് നമുക്ക് ഈ ഏരിയയിലൊന്ന് കത്തിച്ച് നോക്കാം, എത്രത്തോളം വിസിബിൾ ആവും നമുക്ക് നോക്കാമേ. റെഡിയല്ല, ഞാൻ ലൈറ്റ് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട്, കത്തിക്കട്ടെ. ഇത്രയും വെളിച്ചം പോരെ നിങ്ങൾക്ക് കാണാൻ? ഇതിൽ കൂടെ വെളിച്ചം വേണം. പകൽ സമയത്ത് പോലും ഇത്രയും വെളിച്ചമുണ്ടോയെന്ന് എനിക്ക് ഡൗട്ടാണ് ഈ ഏരിയയിൽ. കേട്ടോ, ഇതിൻ്റെ ഡിം ലൈറ്റ്, ഗോൾഡൻ ഷെയ്ഡ് ലൈറ്റ്. എൻ്റെ പൊന്നെ, ഒരു ലൈറ്റ് ഇട്ടാൽ പോലും ഇത്ര വെളിച്ചം. ഇതിവിടെ കത്തിച്ച് സ്ഥിരമായിട്ട് വെച്ചാൽ നിൽക്കാം. സോളാർ ലൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തുറന്ന സോളാറിൻ്റെ വാങ്ങിച്ച് കത്തിക്കാം. അതിൻ്റെ തന്നെ ചെറിയ പവറുള്ള ലൈറ്റ്. നമ്മുടെ റെഡ് ലൈറ്റിൽ വരെ സൂപ്പർ. റെഡ് ലൈറ്റിൽ നോക്കി ഒരുമാതിരി രക്തത്തിൽ കുളിച്ചതുപോലെ ഇരിക്കുന്നല്ലേ. അതിൻ്റെ തന്നെ ഡിം ലൈറ്റ്, ഇങ്ങനെ ബ്ലിങ്കിങ് ലൈറ്റ് കണ്ടോ. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. നമ്മുടെ ലൈറ്റിൻ്റെ പവർ കണ്ടല്ലോ, ഇത്ര പവറാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് പെട്ട് കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ടോർച്ച് എത്തിച്ചാൽ പോലും എനിക്ക് തോന്നുന്നു ഇത്ര വെളിച്ചത്തിൽ കിട്ടുമെന്ന്. നമുക്കിത് കുഞ്ഞു സാധനം, നമ്മുടെ ഈ കുഞ്ഞു സാധനമാണ് കേട്ടോ. ഇത് വേറെ ലൈറ്റ്. ഞാനിത് പറ്റിക്കാൻ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എനിക്ക് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വന്ന് കാണിക്കാമേ. ഇതേ കണ്ടോ, പറ്റിക്കുകയാണെന്നൊന്നും വിചാരിക്കില്ല. ഇതിൻ്റെ വെളിച്ചമായി കാണുന്നത് കണ്ടോ, ഈ ചെറിയ സാധനത്തിൻ്റെ വെളിച്ചമാണ്. ഇതേ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ വെളിച്ചമാണ് ഈ കാണുന്നത്. ഞാൻ വേറെ ഒരു സാധനം എൻ്റെ കയ്യിലില്ല, ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. കണ്ടോ, ഞാനിത് ഓഫ് ചെയ്യുന്നു, ഓണാക്കുന്നു, ഓഫ് ചെയ്യുന്നു, എല്ലാ ലൈറ്റും കത്തിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് തലയുടെ മുകളിൽ കത്തിച്ചാൽ നല്ലോണം കാണാം. ഇവിടെ അയൊക്കെ ഉണ്ട്. ഓക്കെ, നല്ലോണം കാണുന്നില്ല എന്നെ, നല്ല വ്യക്തമായിട്ട് കാണുന്നില്ല ഇരുട്ടത്ത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇരുട്ടായിട്ട് എനിക്ക് നല്ല പേടി ഒറ്റയ്ക്കോട് നിൽക്കാൻ. സ്വന്തം പറമ്പാണെങ്കിലും പേടി എല്ലാതും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇത്രയും വെളിച്ചമുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഇതിൻ്റെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് വേറൊരാൾ ചെയ്ത വീഡിയോ കണ്ട് എനിക്ക് ഇങ്ങനെ പുള്ളി എനിക്ക് ഇരുട്ടത്താണ് ഈ വീഡിയോ കാണിച്ചത്. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ പുള്ളി തള്ളി ധരിക്കുന്നു. എന്നെ 500 രൂപയ്ക്ക് താഴെയല്ലേ ഉള്ളവരുടെ വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വാങ്ങിച്ചപ്പോൾ എൻ്റെ പൊന്നോ പൊള്ളി സാധനം. എനിക്ക് പറയാനായിട്ട് എന്താ പറയുക, 100-ൽ ഞാൻ 110 മാർക്ക് കൊടുക്കുന്നത്. അടിപൊളി സൂപ്പർ സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്ര യൂസ്ഫുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ എൻ്റെ ലൈഫിൽ ഇത്ര യൂസ്ഫുള്ളൊരു സാധനം വാങ്ങിച്ചിട്ടില്ല. ഈ ഒരു ചെറിയ സാധനം കൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെട്ടോട്ടേ എന്ന് കരുതി. എസ്പെഷ്യലി ഇങ്ങനെ റൈഡ് പോകുന്ന ആൾക്കാർക്കും ഈ രാത്രി ഇറങ്ങി നടക്കുന്ന രാത്രി സഞ്ചാരികൾക്കും പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി പുതിയ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മടിക്കരുത്, അല്ലെങ്കിൽ നല്ല ഇടിയുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റായും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോയപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയത്. ഈ ലൈറ്റിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടെന്നറിയാമോ? എക്സ്പെഷ്യൽ ലേഡീസിനാണ്. നമ്മളെ ഒരു അപരിചിതമായ സ്ഥലത്ത് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ ഈ ലൈറ്റിന് അടിക്കുമ്പോഴേ ഈ പ്രകാശമില്ലേ, വെള്ള കളറിലെ പ്രകാശം ഭയങ്കര ശക്തമായ പ്രകാശമാവും. നിങ്ങൾ ലൈറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നമ്മുടെ കണ്ണിലേക്കോ അല്ലെങ്കിൽ വേറൊരാടെ കണ്ണിലേക്ക് അടിച്ചാലേ ഒരു 10 സെക്കൻഡത്തേക്ക് നമുക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല, ഒരു വകയും കാണാൻ പറ്റത്തില്ല. അത്രയ്ക്ക് പവർഫുള്ളാണ്. നിങ്ങൾ ആ ഇരുട്ടുള്ള സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് എൻ്റെ വിശ്വാസം. ഇത്രയും ഇരുട്ടാണ്. എനിക്കെൻ്റെ കണ്ണുകൊണ്ട് ആ സ്ഥലത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ പറ്റും. പക്ഷേ ഈ വെളിച്ചം കൊണ്ട് എനിക്ക് അവിടെയുള്ള ഓരോ മുക്കും മുന്നിലുള്ള സാധനം എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.